ആരോടും എൻ്റെ വേദന എനിക്ക് പറയാൻ പറ്റില്ല. രാത്രിയുടെ യാമങ്ങളിലിരുന്ന് ഞാൻ ഒരുപാട് പൊട്ടിക്കരയലുണ്ട്. ആരെങ്കിലും വന്ന് എന്നെ ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്നോർത്ത് ഞാൻ വാതിൽ പകുതി ചാരിയിട്ടിരിക്കുക. പ്രതീക്ഷിച്ചവരാരും വന്നില്ല. കുറ്റപ്പെടുത്തൽ മാത്രമാണ്. നിന്റെ നീ എന്താ ഇങ്ങനെ കളിയാക്കൽ മാത്രമാണ്. ജീവിതത്തിൽ ഞാൻ പരാജയമാണെന്ന് തോന്നിപ്പോയ നിമിഷം സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, അവിടെ നമ്മളെ ചേർത്ത് വെക്കണ ദൈവം അൻപോടെ സ്നേഹത്തോടെ, എൻ്റെ കുഞ്ഞ് നീ ഏത് ചേറ്റിലായിക്കോട്ടെ, എന്തൊക്കെ കുറവുകളുണ്ടായിക്കോട്ടെ, ഞാൻ നിന്നെ ചേർത്ത് വയ്ക്കാട്ടോ. ഇനി നീ കരയണ്ട. നമ്മൾ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ്. അവിടെയാണ് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നത്. അൻപോടെ നമ്മളെ ചേർക്കുന്ന ദൈവം. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? കുറവല്ലാതെ ചേറ്റിൽ കിടന്നതാവന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. നമ്മളെല്ലാവരും തൊടുന്നുണ്ട് കേട്ടോ ദൈവം. ഇത്രമേൽ സ്നേഹിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ? യേശുവേ നിത്യസ്നേഹമേ, യേശുവേ നിത്യസ്നേഹമേ, വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ, വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ? ഓരോരുത്തരുടെ കണ്ണുകൾ കലങ്ങുന്നതും ഹൃദയം പിടയ്ക്കുന്നതും ചങ്ക് കലങ്ങുന്നതും ദൈവം കാണുന്നുണ്ട്. ഓരോരുത്തരുടെ അടുത്തും വന്ന് നിൽക്കാം. എൻ്റെ കുഞ്ഞെ, സങ്കടപ്പെടണ്ട. നിന്റെ ഭാരം എനിക്ക് മനസ്സിലാവും. നിനക്ക് ചുമക്കാൻ പറ്റാത്ത ഭാരവുമായിട്ടാണ് നീ ഈ ഫിലോക്കാലിയ ധ്യാനത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ കുഞ്ഞെ, നീ സമാധാനമായിട്ടിരിക്കുക. നിനക്ക് എൻ്റെ കൃപ മതി. അപ്പൻ്റെ എല്ലാ കൃപ, നിന്റെ അമ്മയുടെ കൃപ വേണ്ട, നിന്റെ ഭാര്യയുടെ കൃപ വേണ്ട, നിന്റെ ഭർത്താവിൻ്റെ കൃപ വേണ്ട. നിനക്ക് എൻ്റെ കൃപ മതി. എൻ്റെ കൃപ നിന്റെ മുറിവിന് സൗഖ്യം നൽകുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ ചാർത്തുവെക്കുന്നത് എൻ്റെ കൃപ മതി. നീ അപമാനിക്കപ്പെട്ടെടുത്തു എൻ്റെ കുഞ്ഞ്, നീ മാനിക്കപ്പെടും. യു ഡോണ്ട് വറി, യു ഡോണ്ട് വറി, യു ഡോണ്ട് വറി. റിലാക്സ്. ഞാൻ പറയാം, റിലാക്സ്, റിലാക്സ്, റിലാക്സ്. എല്ലാവരോടും തമ്പരാൻ പറയാ, നിങ്ങൾ ഒരുപാട് പാണ്ടക്കെട്ടുമായിട്ടാ വന്നിരിക്കണേ, ഒരുപാട് പാണ്ടക്കെട്ടുമായിട്ടാ വന്നിരിക്കണേ. ശാന്തമാകൂ. മനസ്സിനെ ശാന്തമാക്കാൻ പറയാ. വെപ്രാളപ്പെടണ്ട. ഈ 3 ദിവസം നിങ്ങളുടെ സങ്കടങ്ങളുടെ കെട്ടുകളിഞ്ഞ് തന്നേരെ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം.
ഞാൻ ഏറ്റെടുത്തുകൊള്ളാൻ തമ്പുരാൻ പറയാ. യു റിലാക്സ്. സമാധാനം നിറയുന്നുണ്ട് എല്ലാവരിലേക്കും ഉച്ചം തല മുതൽ സമാധാനം നൽകുന്നുണ്ട്. ഒരു